അങ്ങനെ ഇസ്രായേൽ മക്കൾ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തെ അവകാശമാക്കി. എല്ലാവരുമല്ല, വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ദൈവിക പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്തവർ മാത്രം. നമുക്കായും ഒരു വാഗ്ദത്ത ദേശം ഒരുങ്ങുന്നു. നാം കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു. ദൈവവചനം നമ്മുടെ ഇടയിൽ സുലഭമായി ലഭിക്കുന്നു. ഇത്രയുമായിട്ടും വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ കാലിടറിപ്പോയ ഈ കുടുംബത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോൺ കിടന്നടിക്കുന്നല്ലോ. ആരാ ഈ സമയത്ത് വിളിക്കുന്നത്? ആഹാ, ശാന്തമ്മയാണല്ലോ. ഹലോ ഹലോ, ശാന്തമ്മേ. എന്താ ശാന്തമ്മ ഈ സമയത്ത്? ഒന്നുമില്ലടി സാറേ, ഊണൊക്കെ കഴിഞ്ഞോ? ഇന്നേ പാസ്റ്റർ ചർച്ചിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ എവിടെയോ ടൂറ് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതെവിടെയാടി സാറേ? ഞാനേ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒന്ന് മയങ്ങി. അവിടെ ഇവിടെ ഒരല്പമേ കേട്ടുള്ളൂ. അയ്യോ ശാന്തമ്മേ, പാസ്റ്റർ അങ്ങനെ പറഞ്ഞായിരുന്നോ? ഞാനേ പലവിധമായ ചിന്തയിലായിരുന്നു. എന്താ പാസ്റ്റർ പറഞ്ഞത്? ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കേട്ടില്ല കേട്ടോ. എന്നാ ഒരു കാര്യം ചെയ്യ് സാറാമ്മേ, അഭിചായനോടൊന്ന് ചോദിച്ചു നോക്ക്. അച്ചായൻ ചിലപ്പം കേട്ട് കാണുമായിരിക്കും. ഓ, അഭിചായനോ? പുള്ളി ഫ്രണ്ട് ഗിത്താറും പിടിച്ച് മിക്കപ്പോഴും ഉറക്കമായിരിക്കും. അതുകൊണ്ട് കേൾക്കാൻ സാധ്യതയില്ല. എന്നാലും ഞാനൊന്ന് ചോദിച്ചേക്കാം കേട്ടോ. എന്നാ ശരി സാറാമ്മേ, ഒന്ന് ചോദിച്ചിട്ട് വിളിക്കണേ, മറക്കല്ലേ. ഓക്കെ ശാന്തേ, ഞാനേ അഭിചായനോട് ചോദിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ, എന്നാ ബൈ. ഓക്കെ, ബൈ. അഭിചായോ, അഭിചായ, അഭിചായോ, അഭിചായ, അഭിചായ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തുവാടി സാറേ കിടന്ന് തൊണ്ട തുറക്കുന്നേ? എന്തുവാ കാര്യം? അതെ, പിന്നെ ഇന്ന് സഭായം കഴിഞ്ഞപ്പോ നിങ്ങളെ സൗകര്യമാരെല്ലാം കൂടെ ചേർന്ന് എന്തായിരുന്നു വലിയൊരു ചർച്ച? എന്താ കാര്യം? ഓ അതോ, അത് നമ്മുടെ മൂപ്പന്മാരുടെ ഭാര്യമാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയതാണെന്നേ. എല്ലാരും കൂടെ ഹിന്ദിയിലല്ലായിരുന്നു കസർത്ത്. സത്യം പറയാമല്ലോ എന്റെ അച്ചായ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അതെന്നതാ, അവർക്ക് മലയാളം ഒന്നും അറിയത്തില്ലേ? അറിയാൻ വേണ്ടിയൊന്നുമല്ല എന്റെ അച്ചായ, പിന്നെ ഇതൊക്കെ ഒരു ജാടാ. ഇന്നാളിലെ ഈ പ്രിയ സഹോദരി മഴയത്തൊന്നു തെന്നി വീണു. അപ്പോൾ എൻ്റെ അമ്മോ എന്ന് പച്ച മലയാളത്തിൽ കിടന്ന് വിളിച്ചു പോകുന്നത് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടതാ. ഈ ഹിന്ദിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നു. നീ കേട്ടിട്ടുണ്ടോ? അതെന്നാ കഥയാ ചായ? ഒരിക്കലൊരു ആന ഉറുമ്പും കൂടെ നമ്മുടെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആന ഉറുമ്പിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി വരാൻ പോണ ട്രെയിന് ഞാൻ സംഭാവന കൊടുത്താന്ന്. ഉറുമ്പ് അത് അവസാനം വിശ്വസിക്കേണ്ടത് വന്നു. ബെറ്റ് വെച്ച് 1000 രൂപ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അതെങ്ങനെ? ദേ ഇങ്ങനെ. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 1264 कन्याकुमारी निजामुद्दीन एक्सप्रेस लगभग 19:35 पर प्लेटफॉर्म नंबर 3 पर आने की संभावना है। ആ, ഉറുമ്പ് പറഞ്ഞതിനകത്ത് ഇപ്പൊ എന്താ ഇത്ര തെറ്റ്? റെയിൽവേക്കാരും അത് തന്നെയല്ലേ പറഞ്ഞത്? ആ ബെസ്റ്റ്. ഇതിനാ പറയുന്നത്, അവരോട് കുശുപൂത്താതെ നീ പോയി വല്ല ഹിന്ദിയും പഠിക്കാൻ നോക്കും. ഹോ, എന്നാലും എൻ്റെ അച്ചായൻ്റെ ഒരു ബുദ്ധിയെ ഭയങ്കര ബുദ്ധിയാ. ആ പിന്നെ അച്ചായ, ഞാൻ അച്ചാനെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ശാന്ത വിളിച്ചായിരുന്നു. നമ്മുടെ പാസ്റ്റർ പ്രസംഗത്തിനിടയിൽ എവിടെയോ ടൂറ് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നോ? അച്ചാൻ വല്ലതും കേട്ടായിരുന്നോ? അത് ടൂർ പോകുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്. വാർത്തത്തെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി എങ്ങനെ ഒരുങ്ങണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പാസ്റ്റർ പ്രസംഗിച്ചത്. അയ്യോ, അതായിരുന്നോ? എന്നാൽ ഈ ഉറക്കത്തിന്റെ ഇടയിൽ അച്ചാൻ അതും കേട്ടോ? ഞാനേ പ്രസംഗത്തിന്റെ ഇടയിലേ വൈകിട്ട് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരാന്ന് പറഞ്ഞ പാസ്റ്ററെ പറ്റി ഓർത്തിരിക്കുവായിരുന്നു. അതിനകത്ത് ഇപ്പൊ എന്നെ എത്ര ഓർക്കാനുള്ളതെന്നേ. നല്ല നല്ല പ്രവചനങ്ങൾ, ഭാവിയൊക്കെ പറയുന്നതൊന്ന് ഭാവനയിൽ കണ്ട് ഞാൻ എന്റെ മനസ്സിനെ അങ്ങ് കുളിർപ്പിക്കുമായിരുന്നു. ഓഹോ, ഇവിടെ മനുഷ്യനെ പ്രസംഗം കേട്ടപ്പോൾ ഒരു വാക്തനാട്ടിൽ എങ്ങനെ കയറുന്ന ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ്.
അതിലിപ്പോൾ എന്ത് വിഷമിക്കാനാ എൻ്റെ അച്ചായ? പണ്ട് സ്വർണ്ണം ഇടാൻ പറ്റില്ലായിരുന്നു, ഇപ്പോഴോ പരിഷ്കാരം വന്നപ്പോൾ ഇടാമെന്നായി. പണ്ട് ആർഭാടം പാടില്ലായിരുന്നു, ഇന്നോ എല്ലാത്തിനും മാറ്റം സംഭവിച്ചു. അതുപോലെ വാക്തത്വ നാട്ടിലേക്ക് പോകാനും ഇനി എന്തെങ്കിലും പരിഷ്കാരങ്ങൾ നമ്മുടെ ആൾക്കാർ കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അതുപോട്ടെ, ആ പ്രവാചകൻ എപ്പോ വരുന്ന പറഞ്ഞേ? 3 മണി എന്നാ പറഞ്ഞത്. ആഹാ, 3 ആയല്ലോ. ലൂസി പാസ്റ്റർ ആണെന്നാ തോന്നി. ഓടിച്ചെന്ന് ഡോറ് തുറന്നേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇവിടെ? ഓ, അത് തന്നെ ധാരാളം. നിങ്ങളുടെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ ഒരു ശക്തമായ പോര് എന്റെ നേരെ അടിച്ചു. ആരാ അപ്പുറത്ത് താമസിക്കുന്നേ? അസൂയക്കാരോ വല്ലോ ആണോ? ഓ, എന്തൊരു കൃപയുള്ള മനുഷ്യൻ. അതെ അതെ പാസ്റ്ററെ, പാസ്റ്റർ പിന്നെ ശരിയാ. ആ ഏലിയാമ ഒക്കെ എന്തൊരഹങ്കാരമാണെന്നറിയോ? ഞങ്ങളോട് ഭയങ്കര കുശുമ്പുവാ. ഷാറാമേ, വെറുതെ വർത്താനം പറഞ്ഞ സമയം കളയാതെ വാ, നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്ററെ, ഒരല്പം ചൂടുവെള്ളം വേണം. സ്തോത്രം, അച്ചായോ, അമ്മാമ്മ അല്പം പ്രശ്നമാണല്ലോ. ഭരണം കുറച്ച് കൂടുതലാ. ഹോ, എന്തൊരു കൃപയാ, എല്ലാവരും വെളിപ്പെട്ട് വരികയാണല്ലോ. ഈ മൊബൈലിലൊരു കാര്യം. പാസ്റ്റർ, ഒരു മിനിറ്റ്. ഹലോ ആച്ചാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അമ്മാമോ, ഈ അച്ചായൻ അല്പം ചൂടനാ. അമ്മാമ്മയായിട്ട് ഇയാളുടെ കൂടെ ജീവിച്ചു പോകുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എന്തെല്ലാം ഇവിടെ നടന്നനെ. ഇപ്പം ഓ, കൃപ കൃപ, ദൈവത്തിന്റെ ദാസൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അച്ചായോ, അമ്മാമോ, നിങ്ങൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ചില കെട്ടുകൾ, പോരുകൾ, ബന്ധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അഴിയാൻ പോവുകയാണ്. ചില പുതിയ വഴികൾ, ചില നന്മകൾ, ചില കെട്ടിക്കിടക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം സ്തോത്രം ഇന്ന് തുറക്കാൻ പോകേണ്ട. നിങ്ങൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം സ്തോത്രം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് വിഷയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉണ്ട് പാസ്റ്ററേ, ഉണ്ട്. ഈ വാക്തത്വ നാട്ടിൽ പോകാൻ വല്ല എളുപ്പ വഴിയുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉണ്ട് മാമ, ഉണ്ട്. വെറും 10 ലക്ഷം രൂപ കാര്യമുള്ളൂ. എടുക്കാൻ കാണുമല്ലോ. ഉണ്ടോന്ന്? ദശാംശം കൊടുക്കാതെ ഞങ്ങൾ മാറ്റിവെച്ച് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പലിശ തൽക്കാലം എടുക്കുകയും ചെയ്യാം, ഞങ്ങളുടെ കാലശേഷം ബാക്കി തുക ദൈവത്തിനെടുക്കുകയും ചെയ്യാം എന്ന് കരുതി ഇട്ടതാ കേട്ടോ. തൽക്കാലം അത് ഇങ്ങോട്ട് എടുക്കാം. ഇതും ദൈവകാര്യത്തിനാണല്ലോ. എന്നാ പിന്നെ വാക്തത്വ നാട്ടിൽ പോവാൻ വേണ്ടി ഒരുങ്ങിക്കും. അമ്മാമ്മയുടെ മനസ്സിൽ ഒരു നെടുപൊട്ടി, അച്ചായന്റെ മനസ്സിൽ മറ്റൊരു നെടുപൊട്ടി, പാസ്റ്ററുടെ മനസ്സിലും. ഓ വേണ്ട, പൊട്ടണ്ട, എനിക്ക് ഡയബറ്റിക്സാ. അയ്യോ പാസ്റ്റർ, എനിക്ക് മലയാളം ഹിന്ദി അല്ലാതെ വേറെ ഒരു ഭാഷയും വശമില്ല. അവിടെ പോയി നമ്മൾ ഏത് ഭാഷയിൽ സംസാരിക്കും? പണ്ട് അമേരിക്ക വെച്ച് പഠിച്ച് വിട്ടുകൊടുത്തേക്കാം. അതോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഞാൻ നിങ്ങളെ 3 വാക്ക് പഠിപ്പിക്കാം. അത് നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. പിന്നെ നോ പ്രോബ്ലം. എങ്കിലൊന്ന് വേഗം പഠിപ്പിക്കേണ്ട പാസ്റ്ററെ. ആരെ കണ്ടാലും ആദ്യമേ വാവ്, പിന്നെ കെട്ടിപ്പിടിച്ച് ലവ് യു ബേബി. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം താങ്ക് യു. അപ്പോൾ മറക്കേണ്ട വാവ്, ലവ് യു ബേബി, താങ്ക് യു. ആഹാ, കൊള്ളാമല്ലോ ഈ പരിപാടി. ഇത്ര ഉള്ളായിരുന്നോ? ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ. ലവ് യു ബേബി, താങ്ക് യു. പിന്നെ ഇത് കൂടുതൽ എന്തോ കൊച്ചു കള്ളൻ പെട്ടെന്ന് എന്തായാലും പഠിച്ചെടുത്തു. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പം ടിക്കറ്റ് ഞാൻ ഇമെയിൽ അയക്കാം. പേയ്മെന്റ് എങ്ങനെയാ? ക്യാഷ് ആണോ കാർഡാണോ? അത് പാസ്റ്ററുടെ അക്കൗണ്ടിലോട്ട് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തോളാം. ഓക്കെ, എന്നാ പിന്നെ കാണാം. സ്തോത്രം സ്തോത്രം.
പണി ഏറ്റു. ഹലോ ഹലോ, ഡി ഞാനാ. 10 എന്തായാലും ഒപ്പിച്ചിട്ടുണ്ട്. സ്ഥലത്തിന് എന്തായാലും നീ അഡ്വാൻസ് കൊടുത്തേരെ. അച്ചായോ, ആ പൈസ ട്രാൻസ്ഫർ ചെയ്തല്ലോ അല്ലേ? അതൊക്കെ എപ്പോഴേ ചെയ്തു. എന്നാ പിന്നെ പെട്ടെന്നാട്ട് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കണേ അച്ചായ. 2 ദിവസത്തിനകം ടിക്കറ്റ് കിട്ടും. ആരും അറിയാതെ രാത്രി തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഞാനായിട്ട് ആരോടും പറയാൻ പോകുന്നില്ല. നീ നിന്റെ നാക്ക് സൂക്ഷിച്ചാൽ മതി. ഇനിയിപ്പോൾ ആരറിഞ്ഞാലും ആ ഏലിയാമ്മ അറിയാതെ ഇരുന്നാൽ മതി. അറിഞ്ഞാൽ പിന്നെ എല്ലാവരോടും അങ്ങോട്ടങ്ങ് വരും. എങ്കിൽ പിന്നെ ഞാൻ വരില്ല കേട്ടോ. എനിക്കിതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ. ആരാത്? ഞാനേ പാസ്റ്റർ ലൂസി പറഞ്ഞിട്ട് വന്നതാ ചായ. ആഹാ, എന്നാ വന്നേ, കേറിയിരിക്കേ. എന്താ പ്രത്യേകിച്ച്? അതേ, പാസ്റ്റർ ലൂസി ഒരു ഇമെയിൽ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇമെയിൽ ചെയ്യാൻ നിൽക്കാതെ അച്ചായനെ നേരിട്ടിങ്ങി തരാമെന്ന് കരുതി വന്നതാ. വരുന്ന വഴിക്ക് 10 പിള്ളേരെയും സംഘടിപ്പിക്കുക എന്ന് കരുതി. എനിക്ക് ചെറിയ സൈഡൊക്കെ ഉണ്ടെന്നേ. കൊള്ളാലോ പരിപാടി. അത് പാസ്റ്റർ ലൂസിയുടെ ആരാന്നാ പറഞ്ഞേ? ഞാൻ പാസ്റ്റർ ലൂസിയുടെ ശിഷ്യനാ. ശിഷ്യനാണെങ്കിലും എല്ലാവരും എന്നെ ഗുരു എന്നാ വിളിക്കുന്നത്. കീബോർഡ് പഠിപ്പിക്കലും ട്യൂഷൻ എടുക്കലും ഉണ്ടേ. അച്ചായന് മക്കൾ വല്ലതും ഉണ്ടോ? 4 പിള്ളേരെ സംഘടിപ്പിച്ചാൽ അച്ചായന്റെ മക്കൾക്ക് ഞാൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരാം. എന്തിനാ രാജാ? അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല. എന്നാലും ടിക്കറ്റുമായിട്ടൊക്കെ വന്നതല്ലേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്നാ ശരി അച്ചായ. ഇനി നിന്നാൽ ഒരു കുഴപ്പമുണ്ട്, ഫുഡ് തരേണ്ടി വരും. അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടേ. അപ്പൊ ശരി, കാണാം. ഓക്കെ ഗുരു. സാറേ, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കളഞ്ഞു പോകാതെ എവിടെയും കൊണ്ട് നീ സൂക്ഷിച്ചെന്ന് വെച്ചേ. അതൊക്കെ ഞാൻ വെച്ചേക്കാം. അച്ചാന്റെ കാര്യങ്ങൾ പെട്ടെന്ന് നോക്ക്. ഞാൻ ആ കോഴിക്കോട് ഒന്ന് തുറന്നു വിട്ടേച്ച് ഓടി വരാം കേട്ടോ. എന്നാ നീ അടുക്കി വെക്കാൻ തുടങ്ങിക്കോ. ഞാൻ ഈ പത്രം ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. എന്നാ പെട്ടെന്ന് ആട്ട്, സമയം കളയാതെ. ഇങ്ങനെ ഡീസൽ വില 5 രൂപ കൂട്ടി. ഗ്യാസ് കണക്ഷൻ ഇനി ആധാർ കാർഡ് നിർബന്ധം. ആധാറല്ല, ഇനി ആധാരം തന്നെ കൊടുക്കേണ്ടി വരും. അയ്യോ ഇത് സാറേ, എടി സാറേ, ഇങ്ങോട്ട് നോടിയല്ലേ. അയ്യോ, എന്തുവാ എന്തിനാ മനുഷ്യ ഈ കടന്ന് നിലവിളിക്കുന്നേ? അയ്യോ, നീ ഫോട്ടോ ഉണ്ടോ? ഏത്? കാണിച്ച്. ഓ, ഇത് നമ്മുടെ ലൂസി പാസ്റ്റർ അല്ലേ? പാസ്റ്റർ റവറന്റ് ആയോ ഇനി? അതിന്റെ മുന്നിൽ കിടക്കുന്ന വാർത്തയൊന്ന് വായിക്കാനേ സാറാമേ. വീണ്ടും തട്ടിപ്പ്. കുളത്തുപുഴ ഷാജി പിടിയിൽ. തള്ളിയൂർ. പാക്കത്ത് നാട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ വെച്ച് പലയിടങ്ങളിലായി നിന്ന് കൈപ്പറ്റി തട്ടിപ്പ് നടത്തിയതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അയ്യോ, പാസ്റ്റർ ലൂസി എന്ന വ്യാജ പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത്. തള്ളിയൂർ എസ്ഐ ഷാജൻ ജോസഫിന്റെയും കൂട്ടരുടെയും ബുദ്ധിപരമായ നീക്കങ്ങളാണ് പല തട്ടിപ്പുകളുടെയും പിറകിൽ പ്രവർത്തിച്ച ഷാജിയെ പിടിയിലാക്കിയത്. അയ്യോ, ചതി പറ്റിപ്പോയല്ലോ അച്ചായ. ഇതെങ്ങനെ സഹിക്കും? പണമെല്ലാം നഷ്ടമായല്ലോ. ദൈവത്തെ സമയം പറ്റിച്ചുണ്ടാക്കിയതെല്ലാം പോയേ. അയ്യോ, ചതി പറ്റിയല്ലോ. അപ്പൊ ടിക്കറ്റോ? നീ ആ കവറിങ് കൊടുത്ത് എടുത്തോളൂ. അച്ചായ, ഇത് കണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. അയാൾ ഇതിൽ എഴുതിയിരിക്കുന്നത് 10 ലക്ഷം രൂപയ്ക്ക് നന്ദി, പാസ്റ്റർ ലൂസി. പാസ്റ്റർ ലൂസി എന്റെ കയ്യിലെങ്ങാണം കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ, എല്ലാം പോയല്ലോ അച്ചായ. നമ്മുടെ പണം എല്ലാം പോയല്ലോ. എനിക്ക് ഓർക്കുമ്പോ സഹിക്കാൻ വയ്യ, അങ്ങ് തികട്ടി വരുവാ. ഇനി ആരാണോ ഈ സമയത്ത്? സാറേ, ഇത് എഴുന്നേക്ക്. നമ്മുടെ പാസ്റ്ററും പാപ്പച്ചാനും മത്തായിച്ചാനും ഒക്കെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അയ്യോ, എന്തു പറ്റി? എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു. Yes. What happened, brother? Please tell me. Whatever it is, share it to me. Oh God, please tell me, brother. എന്തായാലും പറയച്ചാ,
ദൈവസന്നിധി പരിഹാരമില്ലാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? ബ്രദറെ, എന്തായാലും പറ, നമ്മുടെ പാസ്റ്ററോടല്ലേ? പറയാം പാസ്റ്റർ, പറയാം. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. അങ്ങനെ പണം മുഴുവൻ ഞങ്ങൾക്ക് നഷ്ടമായി പാസ്റ്ററേ. It is too much. Sister, what is this? Oh my God. സിസ്റ്ററെ, നമ്മുടെ പാസ്റ്ററോടെ ഉള്ളപ്പോ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇതിനാ സഹോദര പറയുന്നേ, ദൈവദാസനും ദൈവസഭയും ഉള്ളപ്പോൾ സഭയോട് ആലോചിക്കാതെ ഇതൊന്നും ചെയ്യരുത്. ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ യാതൊരു കുറുക്കുവഴിയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എൻ്റെ പാസ്റ്ററെ പറ്റിപ്പോയി. അയാളൊരു പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതങ്ങ് വിശ്വസിച്ചു. അതാ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. അതെ, പറ്റിപ്പോയി. റിഡിക്കുലസ്. ഇതിനാ പറയുന്നേ, വചനം കേൾക്കണം, അതിൻ പ്രകാരം ജീവിക്കണം. ഇതൊക്കെ കേൾക്കാൻ ആർക്കാ സമയം ഇവിടെ? Yes, yes, yes. ഇതുകൊണ്ടാ തിരുവചനം പറയുന്നേ, ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. Yes, yes, yes. ഇതിനാ പറയുന്നേ, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കുമെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്. ശരി പാസ്റ്ററെ. എൻ്റെ ദൈവമക്കളെ, ഇനിയെങ്കിലും തെറ്റും ശരിയും മനസ്സിലാക്കി നമുക്കൊന്ന് ജീവിക്കാം. എൻ്റെ പാസ്റ്ററെ, ഇനി ഞങ്ങളൊരു തെറ്റും ചെയ്യത്തില്ല. പാസ്റ്റർ പറ, ഞങ്ങൾ അതുപോലെ തന്നെ കേൾക്കാം. ഞങ്ങളാൽ ആവുന്നിടത്തോളം ഞങ്ങൾ സൽപ്രവൃത്തി ചെയ്തോളാം പാസ്റ്ററെ. സത്യം. ഇനി ആർക്കും ഇതുപോലെ ഒരു അബദ്ധം പറ്റരുത്. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ഇനിയും മുതൽ ഞങ്ങൾ സഭായത്തിന് കൃത്യസമയത്ത് വരാം പാസ്റ്ററെ. പ്രസംഗവും കേട്ടോളാം. വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് മാത്രം പാസ്റ്റർ പറഞ്ഞാൽ മതി. എൻ്റെ ദൈവമക്കളെ, അങ്ങോട്ട് നോക്ക്. ആ വയലുകൾ കണ്ടോ? കൊയ്ത്തുണ്ട്, വേലക്കാരോ ചുരുക്കം. നല്ല വേലക്കാരായി കർത്താവിന് കൊള്ളാവുന്നവരായി തീരുക. അതിനായി സമർപ്പിക്കുക, പ്രയത്നിക്കുക. Marvelous. തീർച്ചയായും പാസ്റ്ററെ, ഞങ്ങൾ ഒരുങ്ങുകയും അനേകരെ ഒരുക്കുകയും ചെയ്യാൻ ഇന്ന് മുതൽ ഞങ്ങൾ പ്രയത്നിക്കും. എന്നാ പിന്നാട്ടെ, ഞങ്ങൾ ഇറങ്ങുക. വാഗ്ദത്ത നാട്ടിലേക്ക് പോകാൻ നമുക്കൊരുങ്ങാം സഹോദരങ്ങൾ. സ്തോത്രം, സ്തോത്രം. എന്നാ അച്ഛാ, നമുക്ക് ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചു. പാസ്റ്റർ യാത്ര അയച്ചിട്ട് വാ അഭിച്ചായ. ഞാനിതാ വയലിലേക്ക് പോകുന്നു. നല്ല ദാസിയായി, നല്ലത് കൊയ്യുവാനായി ഞാനിതാ പുറപ്പെടുന്നു. വാഗ്ദത്ത നാട്ടിലേക്കുള്ള എൻ്റെ യാത്രയ്ക്ക് ഇതാ ഇവിടെ ഞാൻ തുടക്കം കുറിക്കുന്നു.
അതിരുകളെല്ലാം മാറിൽ ചേർത്തേ വേഗത്തിൽ. ആഹാ